പുലിക്കോട് ശ്രീ പണയക്കാട്ട് ഭഗവതി സ്ഥാനത്ത് നടന്നുവരുന്ന നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി ആചാര്യ സംഗമം നടത്തി. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും കഴകങ്ങളിൽ നിന്നും സ്ഥാനങ്ങളിൽ നിന്നും എത്തിയ സ്ഥാനികരെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ആദരിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ മുതൽ നടന്ന താന്ത്രിക കർമ്മങ്ങൾക്കു ശേഷമാണ് ക്ഷേത്ര പരിസരത്തെ ഓഡിറ്റോറിയത്തിൽ ആചാര്യ സംഗമം നടന്നത്. ക്ഷേത്രങ്ങളിലെയും കഴകങ്ങളിലെയും സ്ഥാനങ്ങളിലെയും ആചാരസ്ഥാനികരെ ആദരിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രാധാന്യമേറിയ ചടങ്ങാണ് ആചാരസ്ഥാനീയരുടെ സംഗമവും അതോടൊപ്പം അവരെ ആദരിക്കുന്ന ചടങ്ങും. ആ ചടങ്ങിൽ ഉദ്ഘാടകനായി മാറാൻ കഴിയുക എന്നുള്ളത് ഒരുപക്ഷെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് എന്ന് ഞാൻ കരുതുകയാണ് ഈ അവസരത്തിൽ. കാരണം നമ്മുടെ ആചാരസ്ഥാനീയരായ അച്ഛന്മാരുൾപ്പെടെയുള്ള ആളുകൾ അവർ യഥാർത്ഥത്തിൽ ആത്മീയതയുടെ ഭാഗമായി നിൽക്കുകയും അതോടൊപ്പം തലമുറകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളെ ഏറ്റെടുത്ത് മഹത്തായ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വന്ന് ഒരു തലമുറയെ മറ്റൊരു തലമുറയ്ക്ക് ചേർത്ത് വെച്ച് കൊടുക്കുന്നതിനാവശ്യമായ നിലപാടുകൾ മനസ്സിൽ, ഹൃദയത്തിൽ, സമൂഹത്തിലെല്ലാം ഏറ്റെടുത്തവരാണ് ആദരണീയരായിട്ടുള്ള ആചാരസ്ഥാനീയരായിട്ടുള്ള ആളുകൾ. പുലിക്കോട് തെക്കേരത്ത് തറവാട് ട്രസ്റ്റ് ചെയർമാൻ പടിഞ്ഞാറ്റത്ത് പത്മനാഭൻ അടിയോടി അധ്യക്ഷത വഹിച്ചു. വിജയകുമാർ മുല്ലേരി പ്രഭാഷണം നടത്തി. സംഘാടക സമിതി കൺവീനർ പി.ടി. മോഹനൻ പണിക്കർ സ്വാഗതം പറഞ്ഞു. പണയക്കാട്ട് ഭഗവതി സ്ഥാനം ആചാരസ്ഥാനികരെയും ചെറു ജന്മാവകാശികളെയും കെ ശിവരാമൻ മേസ്ത്രി ആദരിച്ചു. കാങ്കോൽ ശ്രീനിവാസ മാരാരും സംഘവും സോപാന സംഗീതം അവതരിപ്പിച്ചു. ആചാരവഴിയിൽ കാൽനൂറ്റാണ്ട് പിന്നിട്ട കൊടക്കാട്ട് പണയക്കാട്ട് ഭഗവതി സ്ഥാനത്തെ പൂരക്കളി രംഗത്തെ നടനവിസ്മയം പി.ടി. നാരായണൻ കോമരത്തെ ആദരിച്ചു. പുലിക്കോട് എം.വി. തമ്പാൻ പണിക്കർ ആദരഭാഷണം നടത്തി. ഡോക്ടർ വൈ.വി. കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ പി.വി. ശശിധരൻ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.